السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونصلي على رسوله الكريم أما بعد. സഹോദരങ്ങളെ, വോട്ട് എന്നത് ഒരു ശുപാർശയാണ്. നമ്മുടെ വാർഡിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മേഖലകളിലോ ഇന്ന വ്യക്തിയെ ഭരണ ചുമതല ഏൽപ്പിക്കാൻ നാം അദ്ദേഹത്തിന് നൽകുന്ന ശുപാർശയാണ് നാം രേഖപ്പെടുത്തുന്ന വോട്ടുകൾ. അല്ലാഹു തആല പറയുന്നുണ്ട്, മൈ യശ്ഫഅ ശഫാഅതൻ ഹസനതൻ യകുൽ ലഹു നസീബുൻ മിൻഹാ വമൈ യശ്ഫഅ ശഫാഅതൻ സയ്യിഅതൻ യകുൽ ലഹു കിഫ്ലുൻ മിൻഹാ. ആരെങ്കിലും ഒരാൾ ഒരു നല്ല ശുപാർശ ചെയ്താൽ അതിലൂടെ ഉണ്ടായേക്കാവുന്ന മുഴുവൻ നന്മകളുടെയും പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. അതുപോലെ ആരെങ്കിലും ഒരു മോശമായ ശുപാർശ ചെയ്താൽ അതിലൂടെ ഉണ്ടായേക്കാവുന്ന മുഴുവൻ തിന്മകളുടെയും പാപഭാരവും അവന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന വോട്ടുകൾ ഓരോന്നും കൃത്യമായി ആലോചിച്ച് തീരുമാനിച്ചെടുത്തതായിരിക്കണം. നാം രേഖപ്പെടുത്തുന്ന വോട്ടുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്. ഇസ്ലാമിന് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. കൈക്കൂലി, അഴിമതി, സ്വജനപക്ഷപാതിത്വം, വർഗീയത, വിവേചനം, അനീതി, അക്രമം, ഈ മേഖലകളിലുള്ള രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് ഒരിക്കലും നമ്മുടെ ശുപാർശയും പിന്തുണയും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. എന്ന് മാത്രമല്ല, നമ്മുടെ വോട്ടുകൾ കൊണ്ട് നാടിന് പുരോഗതിയും നാടിന് നന്മയും ഉണ്ടായിത്തീരും. ആലോചിക്കാതെ തീരുമാനിക്കാതെ ആർക്കെങ്കിലും രോഗപ്പെടുത്തുന്നതായി നമ്മുടെ വോട്ടുകൾ മാറിപ്പോകാൻ പാടില്ല. അതുപോലെ തന്നെ വോട്ടവകാശമുള്ള എല്ലാ ഓരോരുത്തരും നിർബന്ധമായും വോട്ടുകൾ രേഖപ്പെടുത്തണം. ഈ രാജ്യം അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ശത്രുക്കളെ പ്രതിരോധിക്കുവാനുള്ള ഒരു പ്രധാന മാർഗമായി ഈ വോട്ടിനെ നാം കാണണം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി പോകുമ്പോൾ 2-3 സെക്കൻഡ് അതിന്റെ അധികാരിയുടെ മുന്നിൽ മുഖം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് പൊറുക്കപ്പെടാവുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് ഒരാളും വോട്ടവകാശമുള്ളതിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തുന്ന വിഷയത്തിൽ ഒഴിവാക്കപ്പെടാൻ പാടില്ല, പിന്മാറി നിൽക്കാൻ പാടില്ല. അല്ലാഹു തആല നന്മയുടെ മാർഗത്തിൽ നമ്മുടെ അവകാശങ്ങൾ രേഖപ്പെടുത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.